ഹേ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. MBA സിക്സ് സെമസ്റ്റർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് വെയിറ്റേജ് ആണ്. അപ്പം ഫസ്റ്റ് നമുക്ക് വെയിറ്റേജ് കൂടെ സംസാരിക്കാം. അതിൽ ഓരോ മോഡിൽ നിങ്ങൾക്ക് എത്ര മാർക്കിംഗ് ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം. പലരും പല ഗോൾ ഉള്ളവരാണ്. ചിലവർക്ക് 50+ മാർക്സ്, ചിലവർക്ക് 70+ മാർക്സ്, ചിലർ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ റിവൈസ് ചെയ്യുന്നവരുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് വെയിറ്റേജ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മോഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 31 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് 3 ക്വസ്റ്റ്യൻ എ പാർട്ടിൽ, 2 ക്വസ്റ്റ്യൻ ബി പാർട്ടിൽ, 1 ക്വസ്റ്റ്യൻ എസ് എ ആയിട്ട്. സെക്കൻഡ് മോഡിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 26 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് 3 ക്വസ്റ്റ്യൻ എ പാർട്ടിൽ, 1 ക്വസ്റ്റ്യൻ ബി, 1 ക്വസ്റ്റ്യൻ സി പാർട്ടിൽ. അതായത് 3 ക്വസ്റ്റ്യൻ വെരി ഷോർട്ടും, 1 ക്വസ്റ്റ്യൻ ഷോർട്ടും, 1 ക്വസ്റ്റ്യൻ എസ് എ ആയിട്ട്. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് മൊഡ്യൂൾ ഏറ്റവും ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഒരു 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. അത് 2 ക്വസ്റ്റ്യൻ എ പാർട്ടിൽ, 2 ക്വസ്റ്റ്യൻ ബി പാർട്ടിൽ, എസ് എ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി നമ്മുടെ ഫോർത്ത് മോഡലിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ 4ഉം 5ഉം സെയിം പാറ്റേൺ ആണ്. മീൻസ് 29 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് 2 മോഡലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതായത് 2 ക്വസ്റ്റ്യൻ എ പാർട്ടിൽ, 2 ക്വസ്റ്റ്യൻ ബി പാർട്ടിൽ, 1 ക്വസ്റ്റ്യൻ സി പാർട്ടിൽ. അതായത് 2 ക്വസ്റ്റ്യൻ വെരി ഷോർട്ടും, 2 ക്വസ്റ്റ്യൻ ഷോർട്ട് എസ് എ, 1 ക്വസ്റ്റ്യൻ എസ് എ ആയിട്ടും. മനസ്സിലായല്ലോ? അപ്പം ഇമ്പോർട്ടൻറ്റ് മോഡ്യൂൾസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ്യൂൾ 1 31 മാർക്കിൻ്റെയാണ്. അപ്പം നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. കാരണം മോഡ്യൂൾ 1 ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഐഡിയാസും ആ ഒരു മോഡ്യൂളാണ് ഉള്ളത്. എല്ലാ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ച ശേഷം നിങ്ങൾക്ക് പിന്നെ 4 or 5 പോവാം. ഓക്കെ, കാരണം 4ഉം 5ഉം മോഡ്യൂൾസിൽ നിന്ന് 29 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് 29 എത്രയും 58 മാർക്ക് ഈ 2 മോഡ്യൂളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം. 58 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾക്ക് വരും. സോ ദാറ്റ് മീൻസ് 58+ നമ്മൾ 31 കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 89 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ 3 മോഡ്യൂളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ 89 നിങ്ങൾക്ക് ഒരു 60 മാർക്ക് ഈസിലി എഴുതിയെടുക്കാൻ പാടില്ലേ? ഓക്കെ, സോ അതും പിന്നെ നല്ലപോലെ A+ സെക്യൂർ ചെയ്യണം. അതായത് 70+ മാർക്ക് കൺഫേം ആക്കണം. എല്ലാ മോഡ്യൂൾ നല്ലപോലെ കവർ ചെയ്യണമെങ്കിൽ ഇതിനോട് തന്നെ നിങ്ങൾക്ക് മോഡ്യൂൾ 4ലേക്കും കൂടെ പോകാം. ഓക്കെ, മോഡ്യൂൾ 4ഉം 5ഉം മോഡ്യൂൾ 2വും കൂടെ ആഡ് ചെയ്യാം. മീൻസ് മോഡ്യൂൾ 1, 2, 4, 5 1, 2, 4, 5 ഇതും കൂടെ കവർ ചെയ്യുക. ഇതെല്ലാം എല്ലാത്തിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് A+ ഈസിലി സ്കോർ ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മോഡ്യൂൾ വൈസുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് പോവാം. മോഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് മോഡ്യൂൾ അഡ്വർടൈസിനെ പറ്റിയിട്ടാണ്. ഇവിടെ ഡെഫിനിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഡെഫിനിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിങ്, ടൈപ്സ് ഓഫ് അഡ്വർടൈസിങ്. അതിൻ്റെ ന്യൂസ് പേപ്പർ, മാഗസീൻസ്, ജേർണൽസ്, ഔട്ട്ഡോർസ് ആഡ്, തിയേറ്റർ ആഡ്സ്, റേഡിയോ, TV, അങ്ങനെ പല ടൈപ്സ് ഓഫ് അഡ്വർടൈസിങ് ഉണ്ട്. അതിനെ പറ്റി പഠിച്ചിരിക്കുക. പ്രൊഡക്റ്റ് പ്ലേസ്മെൻറ്റ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. സെക്കൻഡ് മോഡിലേക്ക് പോകുകയാണെങ്കിൽ അഡ്വർടൈസിങ് ഏജൻസീസ് ആൻഡ് ബഡ്ജറ്റിംഗ് ആണ്. ഇവിടെ അഡ്വർടൈസിങ് ഏജൻസീസ് അതിൻ്റെ ഡെഫിനിഷൻ, ടൈപ്സ്, ഫങ്ഷൻസ് പഠിച്ചിരിക്കുക. ഇൻ ഹൗസ് അഡ്വർടൈസിങ് ഏജൻസി ആൻഡ് ക്രിയേറ്റീവ് ബുട്ടീക്ക് ഈ ടോപ്പിക്ക് പഠിച്ചിരിക്കുക. പിന്നെ എത്തിക്സ് ഇൻ അഡ്വർടൈസിങ് ഉണ്ടല്ലോ, അതിനകത്ത് കോഡ് ഓഫ് എത്തിക്സ് ബൈ അഡ്വർടൈസിങ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ള പല ടോപ്പിക്സും എത്തിക്സ് ഇൻ അഡ്വർടൈസിങ് നമ്മൾ ക്ലിയർ നോക്കി വെച്ചിരിക്കുക. മറ്റുള്ള എല്ലാ ടോപ്പിക്സും സബ് ഹെഡിങ്സ് എല്ലാം. അഡ്വർടൈസിങ് ബഡ്ജറ്റ്, അതിൻ്റെ ഫാക്ടേഴ്സ് ആൻഡ് മെത്തേഡ്സ്, പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, അങ്ങനെ പറഞ്ഞ ഓരോ ടോപ്പിക്സ് ഉണ്ടല്ലോ, സബ് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കവർ ചെയ്തിരിക്കുക. മോഡ്യൂൾ 3ലേക്ക് പോകണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ആൻഡ് ലേ ഔട്ട്. ഞാൻ പറഞ്ഞതിൽ മോഡ്യൂൾ 3 ലെസ് പ്രയോറിറ്റിയാണ്. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ ടോപ്പിക്സ് നല്ലോണം നോക്കിയിട്ട് പോവുക. കാരണം ഇതിനകത്തും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഷോർട്ട് എസ് എ ആയിട്ടും വെരി ഷോർട്ട് ആൻസർ ആയിട്ടും നിങ്ങൾക്ക് ചോദിക്കും. എലമെൻറ്റ്സ് ഓഫ് എൻ അഡ്വർടൈസിങ് കോപ്പി, ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി, അഡ്വർടൈസ്മെൻറ്റ് ലേ ഔട്ട് ആൻഡ് ഡെഫിനിഷൻ ഫങ്ഷൻസ്, പ്രൂഫ് റീഡിങ്, പിന്നെ ടൈപ്പോഗ്രാഫി ആൻഡ് ലിത്തോഗ്രാഫി, യൂസസ് ഓഫ് സിമ്പിൾസ്, സ്ലോഗൻസ്, ക്യാപ്ഷൻസ്. വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക്സാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി. പിന്നെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുക. പിന്നെ മോഡൽ 4ലേക്ക് വേണമെങ്കിൽ സെയിൽസ്മാൻഷിപ്പ് ആൻഡ് സെല്ലിംഗ് പ്രോസസ്സാണ്. ഇവിടെ ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ്മാൻഷിപ്പ് പഠിച്ചിരിക്കുക. ടൈപ്സ് ഓഫ് സെയിൽസ്മാൻ, റീറ്റെയിലർ ആയാലും ഹോൾസെയിലർ ആയാലും മിഷനറി, ഔട്ട്ഡോർ, ടൂറിങ്, റീസെയിൽ എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്സ് നല്ലോണം കവറിയിരിക്കുക. സ്റ്റെപ്സ് ഇൻ സെല്ലിംഗ് പ്രോസസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അവിടെ പറയുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്, നെഗോസിയേഷൻ ടോപ്പിക്കിലേക്ക് വേണ്ട ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. ഇമ്പോർട്ടൻസ് ഇൻ സെയിൽസ്. മോഡൽ 5ലേക്ക് വേണമെങ്കിൽ സെയിൽസ് നോളജ്, സെയിൽസ്മാൻ നോളജ്, സ്കിൽസ് ആൻഡ് മോട്ടിവേഷനെ പറ്റിയാണ്. ഓക്കെ, ഇവിടെ നോളജ് ആൻഡ് സ്കിൽസ് റിക്വയർഡ് ഫോർ സെയിൽസ്മാൻഷിപ്പ്, ട്രെയിനിങ് ആൻഡ് സൂപ്പർവൈസിങ് സെയിൽസ്മാൻ, അതിൻ്റെ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് പഠിച്ചിരിക്കുക. മോട്ടിവേറ്റിംഗ് സെയിൽസ്മാൻ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, പെർക്സ്, കമ്മീഷൻ, ഇൻസെൻറ്റീവ്സ്, റിവാർഡ്സ്, സ്ട്രേറ്റ് സാലറി ആൻഡ് സ്ട്രേറ്റ് കമ്മീഷൻ മെത്തേഡ്, അതിൻ്റെ മെറിറ്റ്, ഡിമെറിറ്റ്,
ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിമ്യൂണറേഷൻ, പിന്നെ കീ ഏരിയസ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ അഡ്വർടൈസിങ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മീഡിയ എത്തിക്സ്, അഡ്വർടൈസിങ് ഏജൻസീസ് ആൻഡ് ബഡ്ജറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ലേഔട്ട് ആൻഡ് പ്രൂഫ് റീഡിംഗ്, സെല്ലിംഗ് പ്രോസസ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, മോട്ടിവേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് സെയിൽസ്മാൻ. അപ്പോൾ ഇത്ര പറഞ്ഞ ടോപ്പിക്സ് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റേജ് പറഞ്ഞല്ലോ, പലർക്കും പല ഗോൾസാണുള്ളത്. ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ പഠിക്കുന്നവരുണ്ട് ഈ കൂടുതൽ അല്ലേ. ലാസ്റ്റ് 2-3 ദിവസം മുമ്പ് ഇരുന്നെങ്കിലും പഠിച്ച് പാസ്സായുള്ളതിനും മടിയന്മാരുണ്ട് അല്ലേ. അങ്ങനെയുള്ളവരാണെങ്കിൽ മൊഡ്യൂൾ 1ഉം 5ഉം കവർ ചെയ്താൽ മതിയാവും. ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രം പഠിച്ച് പോയാൽ മൊഡ്യൂൾ 1ലും 5ലും മനസ്സിലായാലോ. ഈസിലി എക്സാം സ്കോർ ചെയ്യാം. അതും ഒരു 50 മാർക്കൊക്കെ മുകളിൽ, 45-50 മാർക്ക് മുകളിൽ എഴുതിയാണെങ്കിൽ പാസ്സാവാം. മനസ്സിലായാലോ. ഇനി 60+ മാർക്ക് 50+ മാർക്ക് കൺഫേം ആക്കണം എന്നുള്ളതാണെങ്കിൽ മൊഡ്യൂൾ 1ലേക്ക് പോവുക, 4ലേക്ക് പോവുക, 5ലേക്ക് പോവുക. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് കവർ ചെയ്തിരിക്കുക, പോയി എക്സാം എഴുതുക. ഇതിൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായാലോ. 1, 4, 5. ഇനി അതെല്ലാം A+ സെക്യൂർ ചെയ്യണം. ഇപ്പോൾ ഒരു എല്ലാം അറ്റംപ്റ്റ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ, അതാണ് എനിക്ക് കൺഫേം ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ മൊഡ്യൂൾ 1, 2, 4, 5 ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതിയാകും. മനസ്സിലായാലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.